സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോഷ് ഒഫീഷ്യൽ. അപ്പോൾ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് പുതിയൊരു എപ്പിസോഡായിട്ട്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനിയാണ്. നമ്മൾ സാധാരണ എല്ലാ ദിവസവും റോബ്ലോക്സ് ആണ് കളിക്കുന്നത്. ഇന്ന് നമ്മൾ ഗ്രാനി കളിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളെല്ലാ ദിവസവും റോബ്ലോക്സിനെ കണ്ടിട്ട് എല്ലാവർക്കും ബോറടിക്കില്ലേ ഗൈസ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഗ്രാനി കളിക്കാം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് എന്തെങ്കിലും കളിക്കാൻ പറ്റുമെന്ന് നോക്കാൻ പോവാണ്. ഗ്രാനി ഇത് എസ്കേപ്പ് ചെയ്യുമോ ഇല്ലയോ എന്നും എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങളൊന്ന് കളിച്ച് നോക്കും. നമ്മളെ ഗ്രാനിയുടെ വീഡിയോ നമ്മൾ മെയിൻ ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഗേറ്റ് എസ്കേപ്പ്. ഇപ്രാവശ്യം നമ്മൾ ട്രെയിൻ എസ്കേപ്പാണ് കളിക്കാൻ പോകുന്നത്. എല്ലാവരും കണ്ടു നോക്കുക. നമുക്ക് നോക്കാം എന്തെങ്കിലും സംഭവിക്കാം. നമുക്ക് സിലിണ്ടറിനെ ഓഫ് ചെയ്യാം. സിലിണ്ടറിനെ വേണ്ട ഗൈസ്. എന്തായാലും നമുക്ക് ബോത്ത് രണ്ടുപേരും വേണം. അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. രണ്ടുപേരെയും കൊണ്ട് കളിച്ചില്ലെങ്കിൽ അതൊരു ഇത് കാണത്തില്ല, ഇതില്ല. അതുകൊണ്ട് നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഇത് നമ്മൾ അടിപൊളിയായിട്ട് ഞാൻ കാണിച്ചാണ് ഗൈസ്. നമ്മളെ ഗെയിം ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് ഇൻട്രോയാണ് ഗൈസ്. നമ്മൾ ഗേറ്റിലേക്ക് ഇങ്ങനെ കടക്കുന്നു. ഒരു ക്യാമറ നമ്മളെ വീക്ഷിക്കുന്നു. നമ്മൾ ഗേറ്റ് തള്ളി തുറക്കാനായിട്ട് പോകുന്നു. നമ്മളെ പുതിയ ഒരാളാണ് ഗൈസ്. ഇത് നമുക്ക് ഇവിടെ എനിക്കിവിടെ വഴി തെറ്റിയാട്ടാ. ഞാൻ ഒരു ബംഗ്ലാവിലേക്കാണ് എത്തിയത്. ഓ ഗൈസ്, എടാ ബംഗ്ലാവിൻ്റെ ഗേറ്റ് അടഞ്ഞടാ. അയ്യോ, എങ്ങനെയാണ് തന്നെ അടയുന്നേ? എനിക്ക് തോന്നുന്നു ഇതൊരു ഹൊറർ ടച്ചുള്ള ഇതാണ്. തിരിച്ച് പോകാനും പറ്റത്തില്ല. നമുക്കിനി അകത്തോട്ട് എന്തായാലും കയറി നോക്കാടാ. കയറി നോക്കാം. നമുക്ക് കയറി നോക്കാം. അയ്യോടാ, അത് പൊങ്ങിപ്പോയാ അത്. അയ്യോ, ഇത് അപ്പം ഇത് റിസ്ക് പിടിച്ച എന്തോ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. അയ്യോടാ, അകത്തോട്ട് കയറി നമുക്ക് നോക്കാടാ. അതാ നമ്മുടെ ഇതിന് നല്ലതേ. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. അത് കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. ഓ നോ, ഇതാരിത്? ഭൂതമോ? എൻ്റെ അമ്മോ, കൊല്ലല്ലടാ. ഓ നോ, ഞാൻ ഒരു കിഴങ്ങൻ വെടി വെച്ചിട്ടിട്ട് ഞാനിപ്പോൾ ഇവിടെയാണ് ഗൈസ് വന്നത്. ഓ നോ ഗൈസ്, നമ്മളിനി എന്ത് ചെയ്യുന്നിപ്പം? നമ്മളിപ്പോൾ എങ്ങനെ ഇതിപ്പം ലോക്ക് പിക്ക് ഉണ്ടല്ലോ, നമുക്ക് ഈ ഗേറ്റ് എങ്ങനെയും തുറക്കണം. ഓ നോ, നമുക്ക് ഗേറ്റ് തുറക്കാട്ടാ. എങ്ങനെയെങ്കിലും നമ്മൾ ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ വരുത്താൻ അടിച്ചിട്ടേക്കല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടണം. ഓ നോ, ഇതാണ് വരുന്ന ഗൈസ് അവൻ. എൻ്റെ ദൈവമേ, ഓടിത്തള്ളിക്കോ. തള്ളി മറിച്ചോ ഗൈസ്. ഇപ്പം ചത്ത് കിട്ടിയാനെ. എൻ്റെ കഴിവ് കാരണം നമ്മൾ സാഹസികമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. പ്ലാങ്ക് കിട്ടി ഗൈസ്. ഇത് എന്തോ ഇമ്പോർട്ടൻസ് ഉള്ള സാധനമാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ എൻ്റെ ഗെയിം കിങ് RS ചാനൽ നോക്കിയാൽ അറിയാം. അതിനകത്ത് നമ്മൾ ഇതിൻ്റെ നല്ലൊരു മെയിൻ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അത് ഗേറ്റ് എസ്കേപ്പ് ആയിരുന്നു. നമ്മൾ ഇന്ന് ട്രെയിൻ എസ്കേപ്പാണ് കളിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. നല്ല ചുമ്മാ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഗ്രാനി വരത്തില്ലേടാ. ഒരു രണ്ടുപേരും കൂടെ വരണടാ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ ഗ്രാൻഡ് പേ അങ്ങോട്ട് പോകുമ്പോൾ ഗ്രാനി തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞാൽ റിസ്ക്കാടാ. അത് മിക്കവാറും അങ്ങനെ ഇപ്പോൾ സംഭവിക്കാൻ പോകണേ. ഗ്രാൻഡ് പേ അങ്ങോട്ട് പോകുമ്പോൾ ഗ്രാൻഡ് ഇറങ്ങിപ്പോവും. അത് ഭയങ്കര റിസ്ക് പിടിച്ചൊരു ഇതാണ്. ഇത് നടക്കാൻ പാടില്ല അങ്ങനെ. അതേ വരണ ഗ്രാനി. ഞാൻ പറഞ്ഞില്ലേടാ, ഇപ്പം ഗ്രാൻഡ് പേ മേലോട്ട് പോവേ. ഇങ്ങനെ നടക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി പോയിട്ട് നമുക്ക് ഗ്രാനി തിരിച്ചു പോട്ട്. നമുക്ക് ഒന്നുകൂടെ ബെല്ലടിക്കാം. തിരിച്ചു പോ ഗ്രാനി. ഗ്രാനി പോ. കിളവി തള്ള പോകുന്നില്ല. 2000 years later. ട്രാപ്പിട്ട് അവിടെ ട്രാപ്പിട്ട് കാര്യമില്ല തള്ളേ. ഞാൻ അതിനകത്ത് പെടത്തൊന്നുമില്ല. നിങ്ങൾ അതിനകത്ത് പെടത്തില്ലല്ലോ, അതുപോലെ ഞാനും പെടത്തില്ല. നിങ്ങൾക്ക് എന്താണ് തള്ളേ? ബെല്ലടിച്ചു. ഇപ്പം ഞാൻ തള്ള തിരിച്ചു പോകും. ആ ടൈമിൽ നമ്മൾ അവിടെ ബെല്ലടി കേൾക്കുമ്പോൾ നമ്മൾ ഇവിടെ ഓടും. 3, 2, 1 ആൻഡ് ലെറ്റ്സ് ഗോ. ഓടിക്കോ. കിളവൻ കയറി വരുവോടെ. ഇടയ്ക്ക് കയറി വന്നാൽ
നമ്മൾ ചത്ത് കേട്ടാ. കിളവ ഇടയ്ക്ക് കയറി വന്നാൽ നമ്മൾ പിന്നെ നമ്മൾ പല സ്ഥലത്തെത്തി. നമ്മൾ സ്വർഗത്തിലൊക്കെ നമ്മൾ ചെന്ന് ഡാൻസ് കളിക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ അതുമല്ല മാച്ചസിൻ്റെ ആവശ്യമില്ല. ഗണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാക്കച്ചയുടെ തല അടിച്ച് നമുക്ക് പൊട്ടിക്കാം. ഏത് അതല്ലേ അതിൻ്റെ ഒരു ശരി അല്ലേ ഗൈസ്? അതാണ് അതിൻ്റെ ഒരു ശരി. ഇത് നമുക്ക് അധിക സമയമൊന്നും നമുക്ക് ഇനി കളിക്കേണ്ടി വരില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ ഗെയിം പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ചെയ്യില്ലേ. നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ ഇത് എസ്കേപ്പ് ചെയ്യാൻ തോന്നുന്നു. അത് നല്ലൊരു കാര്യമാണ്. എന്തായാലും ഇപ്പം ആരും വരുന്നൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് മേളിലേക്ക് പോകാം. മേളിലേക്ക് എടാ ഇത് തുറക്കണോടാ. റിസ്ക്കാണ്. ഗ്രാൻഡ് പുറകിൽ നിന്ന് തലക്കൊരു മേടം തരുമോ? കുഴപ്പമില്ല കേട്ടാ. ഇതിലും വഴി പോകണോ? നമുക്ക് ഇവിടുന്ന് നോക്കാം. ഇവിടുന്ന് നോക്കാം. സേഫ് കീ ഇല്ല കേട്ടാ. കഴിഞ്ഞ കളിയിൽ ഇവിടെ സേഫ് കീ ഉണ്ടായിരുന്നു. ഒന്നോ ഓരോ കളിക്കും വ്യത്യാസമുണ്ട് ഗൈസ്. അത് നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്. അത് ഓരോ കളിക്കും അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനെ അപമാനിക്കരുത്. ഓക്കെ, ഗ്രാനി മുകളിലോട്ട് പോകുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അല്ല, താഴോട്ട് വരുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ഇവിടുന്ന് വല്ല വെപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം. അതാണ് അതിൻ്റെ ഒരു ശരി എന്ന് പറയുന്നത്. വെപ്പൺ കീ. ഇനി ആരെയും പേടി? വെപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെയും പേടി വേണ്ട. ഇത് വെപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഗ്രാനിയല്ല, ഗ്രാൻഡ് അല്ല, വേറെ എന്തുവാ വേറത്തെ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. എന്ത് വരുന്ന അവൻ്റെ പേര്? വേറത്തെ ഉണ്ട്. അവൻ വന്നാലും എനിക്ക് ഒരു പേടിയില്ല. അല്ല, ഡ്രാക്കുളെ പോലെ ഇരിക്കുന്ന ഒരുത്തല്ലേ, അവൻ വന്നാലും നമ്മൾ ഈ ഗെയിം സ്മൂത്തായിട്ട് തന്നെ നമ്മൾ ജയിക്കും. നമ്മൾക്കുണ്ടാ ഗൈസ് പേടി. അതാണ് പ്രോത്സാഹം. അതാണ്. ഇനി നമ്മൾ മേളിൽ ചെല്ലുക, വെപ്പൺ എടുക്കുക, 2 മേട്ട അടിച്ച്. ഓ നോ ബ്രോ, ഇത് 2 ഓപ്പി ബ്രോ. ഇപ്പം എൻ്റെ തലയ്ക്ക് മേട്ടം കിട്ടിയേനെ. ഒരു മേട്ടം കിട്ടിയേനെ. മേളിൽ നിന്നും താഴെ നിന്നും. ഒരുത്തൻ മേളിൽ നിന്ന് ഗണ്ണ് പിടിച്ചുകൊണ്ട് ഒരുത്തൻ താഴെ നിന്ന് വടി പിടിച്ചുകൊണ്ട്. രണ്ടെണ്ണം എന്നെ കൊന്നിട്ടേ പോകൂതേ നിൽക്കുന്നു. എന്നെ കൊലയ്ക്ക് കൊടുക്കുക. നിങ്ങൾ പോയില്ലല്ലേ? നിങ്ങൾ അടങ്ങില്ലല്ലേ തള്ളേ? പോ. എന്നെ ഇവർക്ക് കൊലയ്ക്ക് കൊടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം മനസ്സിലായ? എന്നെ അപ്പം ഇവർ കൊലയ്ക്ക് കൊടുക്കും. എനിക്ക് അപ്പോഴേ തോന്നിയതാ അത്. എന്നെ അപ്പം ഇവർ കൊലയ്ക്ക് കൊടുത്തേ അടങ്ങൂ. ഇവർക്ക് വേറെ ഒരു പണിയില്ലല്ലേ? നിങ്ങൾക്ക് വേറെ തള്ളയ്ക്ക് വേറെ ഒരു പണിയില്ലല്ലേ എന്നെ കൊലയ്ക്ക് കൊടുക്കാനായിട്ട്? വെപ്പൺ എടുക്കട്ടെ ഞാൻ. വെപ്പൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സീനല്ലേ മച്ചാനെ. വെപ്പൺ സ്ലിംഗ് ഷൂട്ട്. അപ്പൂപ്പൻ്റെ ഒരു പക്ഷേ ഗണ്ണായിരിക്കണം. ഇത് നമ്മൾ സാഹസികമായി വേണം അതിലും പ്രയത്നിക്കാനായിട്ട്. തള്ളച്ചിടെ പിന്നെ വടിയെടുത്ത് എറിയൊന്നുമില്ലല്ലോ തള്ള. സിമ്പിൾ. തള്ളേനെ കാണാനില്ലടാ മച്ചാനെ. തള്ളയല്ലേ ഇത്? തള്ളേ എന്തൊക്കെയുണ്ട് തള്ളേ വിശേഷം? ചാവ് തള്ളേ. സോറി തള്ളേ. എനിക്കങ്ങനെ ഈ എൻ്റെ കൈ ഒരു സാധനം ഇരുന്ന്. ഇത് നിങ്ങളുടെ സാധനമല്ലേ, നിങ്ങൾ തന്നെ എടുത്തോ. എനിക്ക് വേണ്ട ഇത്. എടാ എൻ്റെ സാധനം മാത്രം മതി എനിക്ക് നിങ്ങളുടെ സാധനം എനിക്ക് വേണ്ട. നിങ്ങളെടുത്തോ അത്. സേഫ് കീ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതിനകത്തുനിന്ന് ഭീകരം തന്നെ കേട്ടോ. സിലിണ്ടറിൻ്റെ ഇത് നമുക്ക് സേഫ് കീ ആണ് ഇട്ടിരിക്കുന്നത്. സീൻ തന്നെ. ഇത് കേട്ട് ഈ സൗണ്ട് കേട്ട് ഗ്രാനിയും ഗ്രാൻഡ് ഇങ്ങോട്ട് എഴുന്നള്ളുമോ നമുക്ക് കണ്ട് തന്നെ അറിയാം ഗൈസ്. ഈ സൗണ്ട് കേട്ട് ഗ്രാനിയും എഴുന്നള്ളിയാ. അടിപൊളി. ഗ്രാനി തത്ത് കിടക്കും, ഗ്രാൻഡ് പാ കൂട്ടിനിരിക്കും. വേണ്ടട്ടാ, അങ്ങനെ കൂട്ടിയിരിക്കണ്ടാ. ഗ്രാൻഡ് പാ ഗ്രാനിയുടെ കൂടെ സ്വർഗത്തിൽ കൂട്ടിയിരുന്നോ? അല്ലല്ല, നരകത്തിലല്ലേ കൂട്ടിരിക്കുക. ഗ്രാനി ചത്ത് കിടക്കും, ഗ്രാൻഡ് പാ കൂട്ടിനിരിക്കും. എങ്ങോട്ടറാ പാട്ട്? ഒരു വൈബില്ലടാ പാട്ടിന്. അതൊരു സീൻ പാട്ടാന്ന് പറയുന്നു. നിങ്ങളത് എടുത്ത്
ട്രെൻഡാക്കുന്നെങ്കിൽ ട്രെൻഡായിക്കോ, നമുക്ക് വെറൈറ്റി ആവാം. ഷോർട്സൊക്കെ കട്ട് ചെയ്തിട്ടോ ഗൈസ്, ട്രെൻഡാക്കി ഇടുക ഗൈസ്, വെറൈറ്റി അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങ് ഇട്ട് കേജ് അങ്ങോട്ട്. ഇത് നമുക്ക് നമുക്ക് ട്രെയിനിക്ക് അങ്ങോട്ട് ഇടാം. നമ്മൾ ട്രെയിൻ എസ്കേപ്പാണ് നടത്തണമെന്ന് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിന്ന് ട്രെയിൻ എസ്കേപ്പ് ടുഗെദർ. ഇന്ന് നമുക്ക് ആരെയും പേടിയില്ലാതെയാണ് നമ്മൾ കളിക്കുന്നത്. നമുക്ക് ഇന്ന് നമുക്ക് ആരെയും പേടിയില്ല. ഞാൻ അങ്ങനത്തെ ഒരുത്തനാണ് എന്ന് പറയുമ്പോൾ നമുക്കിന്ന് വെപ്പൺ കിട്ടി, 2 തള്ളച്ചിയും മറ്റേനും. ഇവരൊക്കെ നമ്മൾ എന്തിനെ പേടിക്കണം? ഇവരെയൊക്കെ നമ്മൾ എന്തിനു പേടിക്കണം? നമ്മൾ ചുമ്മാ ഒരു മേട്ടം കൊടുക്കാനുള്ള ഇനി വന്നേ. എവിടെ നിങ്ങളെവിടെ തുറന്നിട്ടില്ലേ തള്ള? ഇവിടുന്ന് നമുക്ക് ഗണ്ണിൻ്റെ ഉണ്ട കിട്ടും. തള്ളയല്ലേ അങ്ങോട്ട് പോയാ? തള്ളേനെ ഇന്ന് ഞാൻ കൊടുക്കും, തള്ളേനെ ഇന്ന് ഞാൻ കൊടുക്കും, തള്ളേ നിങ്ങളെ ഞാൻ കൊടുക്കാം. ഗ്രാനി കമോൺ ഗ്രാനി. അത് നല്ലൊരു സീനായിരുന്നു ഗൈസ്. അത് ഗ്രാനി ഇങ്ങോട്ട് ഇറങ്ങി വന്നതും നമ്മൾ ഗ്രാനിനെ തട്ടുന്നു. അത് കണ്ട് ഗ്രാൻഡ്പ ഞെട്ടുന്നു. ഗൈസ് നമ്മളിന്ന് ആക്സിലേറ്റർ എടുത്ത് നമ്മൾ ഇവിടെ കൊണ്ട് വെക്കണം കേട്ടോ. അതൊരു നല്ലൊരു ഇതാണ്. നമുക്ക് ആക്സിലേറ്റർ നമുക്ക് ഒടുവിൽ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിക്കരുത്, അത് ഭീകരമായിട്ടാണ് നമുക്ക് കിട്ടിയത് ഗൈസ്. അത് ഭയങ്കര റിസ്ക് പിടിച്ചൊരു പരിപാടിയായിരുന്നു. ആക്സിലേറ്ററിൻ്റെ ഷെഡിൽ നിന്നാണ് ഗൈസ് നമുക്കത് കിട്ടിയത്. സ്റ്റീനായിരുന്നു അത്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഗ്രാനിയുടെ അടി കൊള്ളാം. അല്ല, ഗ്രാനിനെ അടിച്ചിടാം. നമ്മളിതുവരെ ചത്തിട്ടില്ല ഗൈസിൻ്റെ അത് നല്ലൊരു കാര്യമല്ല ഗൈസ്, നല്ലൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഇതുവരെ ഈ ഗെയിമിൽ ചത്തിട്ടില്ല. അത്ര നല്ലൊരു കാര്യം ഇനി കിട്ടാനുണ്ടോ? എന്തായാലും അവിടെ ഇവിടെ നിന്ന് ഒറ്റ കല്ല് പോലും ഇല്ലേ? എടാ എനിക്ക് കല്ല് വേണോടാ, നീ കല്ലുതാ. ചാവ് തള്ള അറിഞ്ഞുകൂടിയില്ല കേട്ടോ ചത്ത കാര്യം. തള്ള ചത്ത തള്ള പോലും അറിഞ്ഞില്ല, എന്നെ കണ്ടില്ല തള്ള. പുറകിന്ന് ഞാൻ പിന്നീന്ന് കുത്തിയിടുമായിരുന്നു. പിന്നീന്നുള്ള കുത്തായിരുന്നു, അതായിരുന്നു സംഭവിച്ചത് തള്ളയ്ക്ക്. ഓഞ്ഞോ, നമുക്കിനി ആരെയും പേടിയില്ലാത്തതിനാൽ നമ്മളിനി സിമ്പിളായിട്ട് ഈ ഗെയിം നമ്മൾ സിമ്പിളായിട്ട് എസ്കേപ്പ് ടുഗെദറാണ് നമ്മൾ. ഗ്രാനി എവിടെ മരിച്ചു കിടക്കുന്നു? ഗ്രാനിയുടെ മൃതദേഹം മാഞ്ഞു പോയി. ഇനി ഗ്രാൻഡ്പയുടെ മാഞ്ഞു പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് മാഞ്ഞു പോട്ടെ. അങ്ങോട്ടേലും മാഞ്ഞു പോകല്ല, മുങ്ങിപ്പൊങ്ങട്ടെ. ഞാൻ ഇവിടെ മുങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സിറ്റിയിലേ പൊങ്ങുള്ളൂ കേട്ടോ ഗ്രാൻഡ്പ. അക്കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. എന്തായാലും ഇനി അടുത്ത സാധനത്തിന് വേണ്ടി നമുക്ക് പോവാം. സിമ്പിളായിട്ട് കിട്ടുന്ന നമുക്ക് പിന്നെ പേടിയില്ലാത്തതുകൊണ്ട് പിന്നെ സീനില്ലല്ലോ. അടിയിലുള്ള ആ സാധനം ഗ്ലാസ് ഒന്ന് പൊട്ടിക്കണം കേട്ടോ. അതിനുവേണ്ടിയിട്ടാണ് സ്ലിംഗ് ഷോട്ട് എടുക്കുന്നത്. അടിയൊരു ഗ്ലാസ് ഉണ്ടായില്ലേ, അത് നമുക്ക് പൊളിക്കണം. അതിന് ക്രോബാർ വേണം മറ്റേ ഇതൊക്കെ തുറക്കണമെങ്കിൽ. അത് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടായിരിക്കും. ചവിട്ടടാ, നമ്മളോടാണേ കളി. ഫ്യൂസിൻ്റെ ആവശ്യമില്ല. ക്രോബാറിൻ്റെ ആവശ്യമുണ്ട്, ഫ്യൂസിൻ്റെ ആവശ്യമില്ല. ജനറേറ്റർ കേബിളിൻ്റെ ആവശ്യമില്ല. നോ വേ. വേറെ എന്തൊക്കെ? പിന്നെ മീനിൽ ഒരെണ്ണം ഉണ്ടായില്ലേ, നമുക്കിത് ലിഫ്റ്റിൽ കൊണ്ടിടാം ഗൈസ്. ക്രോബാർ അതാണ് അതിൻ്റെ ഒരു ശരി. ക്രോബാർ ലിഫ്റ്റിൽ കൊണ്ടിടണം. എങ്ങനെയാണെങ്കിലും ക്രോബാർ നമ്മൾ ലിഫ്റ്റിലേക്ക് എത്തിക്കണം. ഓ നോ, ലിഫ്റ്റ് മീനിലാണോടാ? വിളിച്ചാൽ അതോട്ട് ലിഫ്റ്റിനെ പ്ലാങ്ക് കിടക്കുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ എപ്പോൾ കൊണ്ട് വെക്കാനാണ് അവിടെ? ഓ നോ, സെയിം തന്നെടേ. പക്ഷെ നമുക്ക് പേടിയില്ലാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അല്ലേ? നമുക്ക് പേടിയില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. പേടി ഉണ്ടായിരുന്നേ കണ്ടല്ലോ ഗൈസ്, നമുക്കിതൊന്നും എസ്കേപ്പ് ചെയ്യാനേ പറ്റില്ല. നമുക്ക് പേടിയില്ലാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. കെറ്റിക്കട. ഓ, ഇത് നമുക്കിനി
ഈ ക്രോബാറിനെ നമുക്ക് അപ്പുറത്തുനിന്ന് വലിച്ചെടുക്കാം. അതായത് ഇതൊരു ഹാക്കാണ് ഗൈസ്. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊരു ഹാക്കാണ്. നമുക്കിനി അപ്പുറ സൈഡിൽ നിന്ന് ഈ ക്രോബാർ നമുക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ കുത്തി നിർത്തി കഴിഞ്ഞാൽ ഇതൊരു മെയിൻ ഹാക്കാണ് ഗൈസ്. ഇത് ആർക്കും പറഞ്ഞു കൊടുക്കരുത്. ഇത് നമുക്കിനി അപ്പുറ സൈഡിൽ നിന്ന് ഈ ക്രോബാർ എടുക്കാം നമുക്ക് സീനായിട്ട്. ഇത് ഞാൻ നിങ്ങളെ കാട്ടിത്തരാം ഗൈസ്. അത് കാണിച്ചു തരാം. സിമ്പിളായിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട്. നോക്കണം, ട്രെയിനിൻ്റെ ടിക്കറ്റൊക്കെ നമ്മൾ പോയി എടുത്തായിരുന്നു ഗൈസ്. അത് നിങ്ങൾ കണ്ടില്ലല്ലേ? കട്ട് ചെയ്ത് കളഞ്ഞാണ് ഗൈസ്. നാളികേരത്തിൻ്റെ അതിനാണ് ഗൈസ് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയത്. നാളികേരം ഉടച്ചു ഞാൻ ടിക്കറ്റ് എടുത്തു കയ്യിൽ കൊടുത്തു ഗ്രാനിയുടെ. ഗ്രാനി താണ്ട അവിടെ എന്നാണ് തപ്പി നടക്കണം. ഗ്രാനി ഞാൻ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വാ ഗ്രാനി. അയ്യോ ഉണ്ടയില്ല ഗൈസ് നമ്മുടെ കയ്യിൽ. ഗ്രാനിയുടെ പുറകെ പോകണ്ട ഗൈസ്. ഗുണ്ട നിറയ്ക്കാം. ഉണ്ട നിറച്ചിട്ട് മതി. എടാ ഉണ്ട ഇല്ലടാ. എടാ മേളിലുണ്ട കാണണല്ലോടാ. എടാ ഉണ്ട തീരാറായി ഏട്ടാ. ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ട തീർന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണ് അർത്ഥം കേട്ടാ. ഉണ്ട തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ട തീർന്നതാണ് തോന്നുന്നത്. അതായത് ഇപ്പോൾ ഗ്രാനി വരും. ഗ്രാനിയുടെ തലമണ്ട അടിച്ച് പൊട്ടിക്കുന്ന നിമിഷങ്ങളാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത് സുഹൃത്തുക്കളെ. വാ ഗ്രാനി. തള്ള വരുന്നില്ലല്ലേ. ഗൈസ് അങ്ങനെ നമ്മുടെ ഗ്രാനിയുടെ തലയടിച്ച് പൊട്ടിച്ചിട്ട് നമ്മൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിരം വഴി ആരെങ്കിലും വരുന്നുണ്ട്? ഇല്ല. ഷെഡിലുണ്ട്. എടാ ഉണ്ടയില്ലടാ ഷെഡിൽ. ഓ നോ ഗൈസ്, നമ്മുടെ ഉണ്ടയില്ല. നമ്മളിവിടെ സ്വാഹ പറഞ്ഞിരിക്കുകയാണ്. നമുക്കിനി എനിക്ക് അത് സ്ക്രീൻ ഷോട്ട് ഇട്ട് കളിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എവിടെയും ഉണ്ടയില്ല. കാറിൻ്റെ അകത്ത് പോലും ഉണ്ട കാണില്ല. നോക്കട്ടെ, ഇവിടുന്ന് ഞാൻ ഉണ്ട എടുത്തതാ കാറിനകത്ത് നിന്ന്. കാറിനകത്ത് പോലും ഇല്ലടാ ഉണ്ട. കാണണ്ട ഗൈസ്. ഇനി അങ്ങോട്ട് ഫുൾ റിസ്ക് ആയിരിക്കും ഗൈസ്. ഇത് ഗണ്ണ് ഉപയോഗിച്ച് നമുക്കിനി കളിക്കാൻ പറ്റത്തില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇനി റിസ്ക് ആയിരിക്കും ഗൈസ്. ഫുൾ ഓഫ് റിസ്കി ഗെയിം പ്ലേ. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് ഗൈസ്. ഫുൾ ഓഫ് റിസ്കി ഗെയിം പ്ലേ. എന്നിട്ട് നിങ്ങൾ എനിക്കൊരു ലൈക്ക് അടിക്കുന്നില്ല. ഇത്ര റിസ്ക് എടുത്ത് ഞാൻ ഗെയിം കളിച്ചിട്ട്, ഇത്രയും നേരം ഞാൻ ഗെയിം കളിച്ചിട്ട് ഒരു ലൈക്ക് ചെയ്യുന്നില്ല, ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്. നിങ്ങൾ എന്താണ് ഗൈസ് നിങ്ങൾ ഇങ്ങനെ ഒരു സബ്സ്ക്രൈബ്? ഇന്നലെ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ട്. അവർക്ക് വെരി വെരി താങ്ക് യു. നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തതിന്. പിന്നെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങൾ കമൻറ്റ് ഇടുക ഗൈസ്. നിങ്ങൾ കഴിഞ്ഞ വീട്ടിൽ കമൻറ്റ് ആരും ഇട്ടതിനാലാണ് എനിക്കിഷ്ടമുള്ള ഗ്രാനി കളിച്ചത്. നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഗെയിം നമ്മൾ കളിക്കുകയുള്ളൂ ഗൈസ്. കമൻറ്റ് ഇടുക ഗൈസ്. ഡു കമൻറ്റ് ബിലോ. എന്തായാലും നമ്മൾ ഇന്ന് ഈ ഗ്രാനിയുടെ വീടിന് രക്ഷപ്പെട്ടിട്ടേ പോകത്തുള്ളൂ. രക്ഷപ്പെട്ടിട്ടേ പോകത്തുള്ളൂ ഗൈസ്. ഇപ്പോൾ എനിക്ക് മടുത്ത് തുടങ്ങി ഗെയിം. കാരണം ഇത് കുറേ നേരമായിട്ട് ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നു. മടുത്ത് തുടങ്ങി ഗൈസ് സീരിയസ്ലി. പക്ഷേ നമ്മൾ ഇന്ന് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് പോകുള്ളൂ ഗൈസ്. ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. വാ ഗ്രാനി. തള്ള വരത്തില്ലെന്ന് തോന്നുന്നു. നമുക്ക് അടിപ്പോയിട്ട് മണി കളിക്കാമല്ലോ. തള്ള വരത്തില്ലല്ലോടാ. മണി കളിക്കാം. നമുക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ റോബോട്ട് അടിക്കത്തില്ല. മണി കിളിക്കി മാമല്ലയിൽ നമ്മൾ മണി കളിക്കുക. അങ്ങനെ പാട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒടുവിൽ നമ്മൾ ഗ്രാനിയെ തട്ടിക്കൊണ്ട് നമ്മൾ പിന്നെയും തിരിച്ചു വരികയാണ് സുഹൃത്തുക്കളെ. നമുക്കിനി വേണ്ട. നമുക്കിനി 2 കുപ്പി തട്ടിയിടണം ഗൈസ്. ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. അത് നമ്മുടെ കുപ്പിക്കകത്തുനിന്നാണ് നമുക്കിനി ഇലക്ട്രിക് സ്വിച്ച് കിട്ടാൻ പോണത്. ബാക്കിയെല്ലാം നമുക്ക് കിട്ടി. ഇലക്ട്രിക് സ്വിച്ച് കൂടെ മാത്രം കിട്ടിയാൽ മതി. എനിക്ക് തോന്നുന്ന കുപ്പിക്കകത്ത് കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഗൈസ്, ഇനി നമ്മൾ അത് കിട്ടാതായിരിക്കും ഈ ഗെയിമിൽ നമ്മൾ തോൽക്കാൻ പോകുന്നത്. പക്ഷെ നമ്മളിതുവരെ പിടിച്ചിട്ടില്ല ഗൈസ്. Day 1 ആണ് ഇപ്പോഴും.
ഡേ 5 വരെ ഇല്ലേ? അങ്ങനെ കണ്ടില്ലായിരുന്നു. ഡേ 5 വരെ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇത് 5 ആണോ 4 ആണോ അറിയാൻ പാടില്ല ഗൈസ്. അതോ 3 ആയിരുന്നോ? എനിക്കൊന്നും അറിയാൻ പാടില്ല ഗൈസ്. എല്ലാ ഗെയിമും കൂടെ തലയിൽ കയറി മിക്സായി മാറി. ഓനോ ഗൈസ്, നമ്മൾ അങ്ങനെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. സീൻ വിഷയമായിട്ട് നമ്മൾ ഇറ്റ്സ് ഫുൾ ബെറ്റർ നോ ഡ്രോപ്പ് ഇറ്റ്. ഇത് നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഏട്ടാ. അതൊരു ഭീകരാവസ്ഥയാണ് ഗൈസ്. ഇത് നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഭീകരാവസ്ഥയാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത് ഈ ഗെയിം കളിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. പെഡ്ലോക്കി എടുത്തില്ല അല്ലേ? അത് ഞാൻ മേളിൽ കണ്ടായിരുന്നു ഗൈസ്. അതുകൂടെ എടുക്കണം. പെഡ്ലോക്കിയുടെ എടുക്കണമല്ലോ. പെഡ്ലോക്കിയും കൂടെ അപ്പൂപ്പൻ്റെ റൂമിലുണ്ട് ഗൈസ് പെഡ്ലോക്കി. ഞാൻ വിളിച്ചതിൻ്റെ ആവശ്യം വരില്ല എന്ന്. എനിക്ക് ഈ കുപ്പി തട്ടിയിടുന്നതാണ് ഗൈസ് ഈ ഗെയിമിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം. ഈ കുപ്പി തട്ടിയിടുന്ന ഭയങ്കര മെനക്കേട് പിടിച്ച പരിപാടി ഗൈസ്, ഈ കുപ്പി തട്ടിയിടുക എന്ന് പറയുമ്പം. അതുകൊണ്ട് എനിക്ക് അതാണ് ഈ ഗെയിമിൽ ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ. അത് ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് എന്നൊരു പരിപാടി ഗൈസ്. അത് ഈ കുപ്പി തട്ടിയിടുക അതൊക്കെ ഭയങ്കര ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പരിപാടി അത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുള്ള ഗെയിം കമൻറ്റ് ഇടുക ഗൈസ്. നമുക്ക് കളിക്കണ്ടേ? നിങ്ങൾ എന്താ ഇങ്ങനായി പോയാ? ഏത് കളിച്ചോ നമ്മൾ സീനാണ് കേട്ടോ. ഇന്നലെ നമുക്ക് ആരും കമൻറ്റ് ഇട്ടില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇന്നലെ ആരും കമൻറ്റ് ഇട്ടില്ല ഗൈസ്. അവൻ്റെ തലമണ്ട അടിച്ച് പൊട്ടിച്ചില്ലെങ്കിൽ കൊണ്ടല്ലേ എനിക്ക് 2 മിനിറ്റ് 30 സെക്കൻഡ് ഉണ്ടല്ലേ. നല്ലൊരു കാര്യം കേട്ടോ. ഗ്രാൻഡ് വരട്ടെ. മിക്കവാറും ഗ്രാൻഡ് വരില്ല കേട്ടാ. നമ്മളിവിടെ നിന്ന് കുഴയുമെന്ന് എനിക്ക് തോന്നണേ. അങ്ങനെയാണ് സംഭവം. ചില സമയത്ത് ഗ്രാൻഡി വരുമ്പോൾ ചിലപ്പോൾ ഗ്രാൻഡ് വരാൻ ചാൻസ് ഇല്ലായിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഏത് ഗ്രാൻഡ് വരത്തില്ലടാ, ഉറപ്പാണ്. അതെനിക്ക് ഉറപ്പുണ്ട്. ഗ്രാൻഡ് വരത്തില്ല. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രാൻഡ് വരണ്ടേ. എനിക്കൊന്ന് ഗ്രാനി ഇനിയും ഉണങ്ങിപ്പോയി കണ്ട. ഇനിയും ഗ്രാനി ഇനിയും പിന്നെയും വരുമ്പോഴേ ഗ്രാൻഡ് പാവിനെ കിട്ടത്തുള്ളൂ. ഈ കളവൻ ഇത് എവിടെ പോയി കിടക്കുക ഗൈസ്. അത് ഗ്രാൻഡ് പാ ഇടയ്ക്ക് ഇങ്ങനെ ഗ്ലിച്ച് ആവണയാണ്. ചിലപ്പോൾ നമ്മൾ നടന്ന് ഗ്രാൻഡ് പാ വരില്ല എന്ന് പറഞ്ഞ് നടന്ന് ചെല്ലുമ്പോഴായിരിക്കും ഗ്രാൻഡ് പാ ചിലപ്പോൾ സ്പോണാവുന്നത്. അവിടെ ഭയങ്കര ഗ്ലിച്ച് ഗ്രാൻഡ് പായ്ക്ക് മാത്രമേ ഉള്ളൂ ഗൈസ് ഈ ഒരു ഗ്ലിച്ച്. കളവൻ ചുമ്മാ മനുഷ്യനിതാകാനായിട്ട്. ഗ്രാൻഡ് പാ കമോൺ ഗ്രാൻഡ് പായുടെ അമ്മൂമ്മ അതാണ്ട് അവിടെ മരിച്ചു കിടക്കുന്നു. ഗ്രാൻഡ് പാ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ. ഗ്രാൻഡ് പായുടെ മേഡം, അതായത് ഈ വീടിൻ്റെ ഉടമസ്ഥാൻ്റെ അവിടെ ബോധം കെട്ട് മരിച്ചുപോയി. ഗ്രാൻഡ് പാ എന്നാൽ എന്താ ഗ്രാൻഡ് പാ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് നോക്കണമല്ലേ. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാൻഡ് പാ വന്ന് അന്വേഷിക്കണ്ടേ. ഗ്രാൻഡ് പാ ഇതൊക്കെ ആൾക്കാരൊക്കെ മരിച്ചു പോയി കഴിയുമ്പം ഗ്രാൻഡ് പാ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ. ഗ്രാൻഡ് പാ എണ്ണക്ക് പിടിച്ച് നടക്കുക, സെക്യൂരിറ്റിയാണ്. ഇവിടുന്ന് ഒളിഞ്ഞു നോക്കാം ഗൈസ്. നമുക്ക് ഇവിടുന്ന് ഒളിച്ചിരുന്ന് വെടിവെക്കാം ഗൈസ്. അതാണ് നമ്മൾ ഇവിടുന്ന് ഒളിച്ചിരുന്ന് വെടിവെക്കും. പക്ഷെ അന്ന് ഏക്കാൻ പോകണില്ല. അതുകൊണ്ട് നമ്മൾ നടന്ന് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. നമ്മളിനി എത്ര നേരം എടുക്കണം ഗൈസ് ഈ ഗെയിം കംപ്ലീറ്റ് ആകണമെങ്കിൽ? അതാണ് മടുപ്പ്. നമ്മളിനി ഈ ഗെയിം നമ്മൾ എന്തായാലും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കാറായില്ലോ ഗൈസ്. ഇനി ആ ഒരു കുപ്പിയും കൂടെ വന്ന് സെറ്റ് ചെയ്തിട്ട് പെഡ്ലോക്ക് ഇട്ട് തുറന്നു കഴിഞ്ഞാൽ സെറ്റ് ലാസ്റ്റുള്ള ഇലക്ട്രിക് സ്വിച്ച് കൂടെ കിട്ടും. അതുകൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ എസ്കേപ്പ് സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ട്രെയിൻ എസ്കേപ്പ് ആൻഡ് ഇപ്പം നമ്മൾ കുറേ നേരം ഇരുന്ന് റെക്കോർഡ് ചെയ്തു. എൻ്റെ പൊന്നെ ഇത് നടക്കുമെന്ന് ഗൈസ്. പിന്നെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. ഇനി നാളെ മുതൽ നമുക്ക് നമ്മുടെ സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കുകയാണ്. അതുകൊണ്ട് നാളെ മുതൽ വീഡിയോ വരാൻ കുറച്ച് ഒന്നെങ്കിൽ ലേറ്റ് ആയിട്ടായിരിക്കും വീഡിയോ വരിക, അല്ലെങ്കിൽ വീഡിയോ വരാൻ ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ 2 ദിവസം ഇടവിട്ടായിരിക്കും വീഡിയോ വരിക, അല്ലെങ്കിൽ ശനിയാഴ്ചകളിലായിരിക്കും വീഡിയോ വരിക. പറയാൻ പറ്റില്ല ഗൈസ്.
അതൊരു റിസ്ക്കാണത്. ഇത് അല്ല എനിക്കല്ല, നിങ്ങൾക്ക് വീഡിയോ കാണുന്ന ആൾക്കാർക്കല്ലേ, സ്കൂളിലൊക്കെ പോകണ്ടല്ലേ ഗൈസ്. അതുകൊണ്ട് നാളെ മുതൽ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഏത് ഗൈസ് നമ്മൾ ഇന്ന് ഓക്കെ ഗൈസ്, ഇനി പോയിട്ട് ഫ്ലേവർ വൈസ് എടുക്കുക, കത്തിക്ക കൊണ്ട് വെക്കുക, കത്തിക്കല്ലോ ഗൈസ്, ഇത് വെക്കുക, സെറ്റ് കയറിക്കോ ചാടിക്കോ ഓടിക്കോ ഗൈസ്. നമ്മൾ എങ്ങനെയായാലും ഫ്ലേവർ വൈസ് എടുക്കുക, സെറ്റാക്കുക, ഓടുക, ചാടുക, പരിപാടി കഴിക്കുക. എനിക്ക് ഇത്ര പറയാനുള്ളത് ഗൈസ്. നമ്മൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇവിടെ തീരുന്നതായിരിക്കും. അതിനകത്ത് ഉറപ്പായിട്ട് ഇലക്ട്രിക് സ്വിച്ച് ആയിരിക്കും, കാരണം ഞാൻ എല്ലായിടവും അന്വേഷിച്ചു ഗൈസ്, വേറെ എങ്ങും ആ സാധനം കിട്ടാനില്ല. ഇപ്പോൾ ഉറപ്പായിട്ടും അത് അവിടെ തന്നെ ആവാനേ ചാൻസ് ഉള്ളൂ ഗൈസ്. പെട്ടെന്ന് പോയിട്ട് വെള്ളം നിറച്ചിട്ട് പോവാ, അവിടെ തന്നെ ആവാനേ ചാൻസ് ഉള്ളൂ ഗൈസ്. കാരണം ബാക്കി എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു ഓൾറെഡി, അവിടെ മാത്രമാണ് കിട്ടാത്തത്. ഇറ്റ്സ് ഫുൾ ബെറ്റർ നോട്ട് ഡ്രോപ്പ് ചെയ്തെന്ന്. ഡ്രോപ്പ് ചെയ്യത്തില്ലടാ, നീ പേടിക്കണ്ട. ഗ്രാൻഡ് പേ വന്നാലും ഞാൻ ഡ്രോപ്പ് ചെയ്യത്തില്ല. അതാണ് ഞാൻ കുറച്ച് മാസം പണ്ടേ ഇത് നമ്മുടെ പെഡ്ലോക്ക് ഇവിടെ കിടക്കുന്നുണ്ട്, ഒരു സീനും ഇല്ല. ഇതുകൊണ്ട് വെക്കുക, പെഡ്ലോക്ക് ഇട്ട് കിടക്കുക. ഇവിടെ ഉറപ്പായിട്ട് ഇലക്ട്രിക് സ്വിച്ച്. എടാ വേറെ എന്തെങ്കിലും കിട്ടാനുണ്ടായിരുന്നോളാം ഇനി. ഇലക്ട്രിക് സ്വിച്ച് അല്ലെങ്കിൽ പണി പാളും കേട്ടാ ഗൈസ്. പ്ലീസ്, അയ്യോ പ്ലീസ് ഇലക്ട്രിക് സ്വിച്ച് അല്ലേ അത്? ഇനി പേടിക്കണ്ട ഗൈസ്. ജയിച്ചു നമ്മൾ കളി ജയിച്ചു. യെസ് സാർ. ഇനി നമ്മൾ ജയിച്ചു. നമ്മുടെ ജയത്തിൻ്റെ ഒരു പാതയിലാണ് സുഹൃത്തുക്കളെ. ഇലക്ട്രിക് സ്വിച്ച് വെച്ചോ, കറക്കിക്കോ. സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് ഫിറ്റി. സെറ്റ്. തുറക്ക ഡോറാണേ. സെറ്റ്. നമ്മളിനി ഗെയിം കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു ഗൈസ്. ഇനി നമ്മൾ ഈ ഗെയിം കംപ്ലീറ്റ് ആക്കാനായിട്ട് ഇനി ഏതാനും നിമിഷങ്ങളിലൂടെ ബാക്കി ഗൈസ്. അത് വെച്ച് ഈ നമുക്ക് ഡോർ അടച്ചിട്ട് പോകണം ഗൈസ്. ടൺ. അങ്ങനെ നമ്മൾ ഒടുവിൽ നമ്മുടെ ഗെയിം ഇവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമ്മൾ പെട്ടെന്ന് ഈ ഗെയിം കംപ്ലീറ്റ് ആക്കി നമ്മുടെ ലാസ്റ്റ് നിമിഷങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഗെയിം ഇവിടെ തീർന്നിരിക്കുകയാണ്. നമ്മുടെ ഗ്രാനിയും ഗ്രാൻഡ് പേയും അവിടെ നിൽക്കുകയാണ് ഗൈസ്. നമ്മൾ ഒടുവിൽ നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ആയിരിക്കുകയാണ്. സിലിണ്ടറിന് ഇതിനെയൊന്നും ഞാൻ കണ്ടില്ലല്ലോ. ഓക്കെ ഗൈസ്, ദി എൻഡ്. അങ്ങനെ ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ റൂട്ട് ടു 1K ആണ് ഗൈസ് ലൈക്ക് ടാർഗറ്റ്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തൊക്കെയായി അടുത്ത ഗെയിമൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് അടുത്ത ഗെയിം ഏതാണ് കളിക്കാൻ താല്പര്യം അത് താഴെ കമൻറ്റ് ഇട്ടോളുക. അപ്പം ഇത്രേ പറയാനുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഗെയിം ഇവിടെ എൻഡായിരിക്കുന്നു. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ കമൻറ്റ് ഇടുന്ന ഗെയിം നമ്മൾ കളിക്കും, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഗെയിം കളിക്കും. പിന്നെ നാളത്തെ കാര്യം അറിയാലോ ഗൈസ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൈ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.